ഹായ് ഡിയേഴ്സ്, വീണ്ടും ഞാനൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഞാനിന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മാങ്ങ കൊണ്ടുള്ളൊരു പുഡിങ്ങാണ്. ഈ പുഡിങ് നിങ്ങൾക്ക് മാങ്ങ ഉപയോഗിച്ചിട്ട് മാത്രമല്ല ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഞാൻ ഈ പുഡിങ് തയ്യാറാക്കുമ്പോൾ ഇവിടെ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്, പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ ഏത് ഫ്രൂട്ട്സ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അധികം പുളിയില്ലാത്ത പാലുമായിട്ട് യോജിക്കുന്ന ഫ്രൂട്ട്സ് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതേപോലെ തന്നെ പുഡിങ് നല്ലപോലെ സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചൈന ഗ്രാസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിവാക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് ഒഴിവാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രീമി ആയിട്ടുള്ള പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഈ ചൈന ഗ്രാസിൽ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷമാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്നത് ഞാൻ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഈ ചൈന ഗ്രാസ് നെക്കൊക്കെ വെള്ളം ഒഴിച്ചിടുക. ഇത് ഞാനിവിടെ അരമണിക്കൂർ മൂടി വെക്കുകയാണ് കേട്ടോ. അരമണിക്കൂറിന് ശേഷം മാത്രമാണ് ഞാനിതിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടൈം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ നല്ല പോലെ പഴുത്തിട്ടുള്ള മാങ്ങയാണ്, അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ചെറിയ മാങ്ങയൊക്കെ ആണെങ്കിൽ 3 മാങ്ങ എടുക്കുക. അതേപോലെ തന്നെ പുളിയില്ലാത്ത നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഈ മാങ്ങ നമ്മളിപ്പോൾ മുറിച്ചതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി അടിച്ചു കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പുഡിങ്ങൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മധുരം ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഒരിക്കലും അധികമൊന്നും ആയിരിക്കില്ല. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഏകദേശം 400 ഗ്രാമിൻ്റെ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിലിപ്പോൾ ഏകദേശം ശരിക്കും അളവ് പറയുകയാണെങ്കിൽ 397 ഗ്രാം എന്നാണ് ഇപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 400 ഗ്രാമിൻ്റെ തന്നെ ഒരു സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി നമുക്ക് ഫുള്ള് ചേർത്തതിന് ശേഷം നമ്മളിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മാങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് അവസാനം ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ അരിഞ്ഞ് വെച്ച ഉടനെ തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലൊക്കെ ഒഴിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഇനി നമ്മളിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടിച്ച് എടുക്കണം. അപ്പോൾ 1 മിനിറ്റ് തന്നെ നമ്മൾ മിക്സി കറക്കിയാൽ തന്നെ ഇത് നല്ലപോലെ ഒന്ന് അടിഞ്ഞ് കിട്ടും. ഇത് അടിഞ്ഞ് കിട്ടാനായിട്ട് ഇപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമ്മളിപ്പോൾ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ചൈന ഗ്രാസും നമ്മളിവിടെ മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ഈ മാങ്ങ അടിച്ചതും കൂടി ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഫ്ലെയിം ഓണാക്കിയിട്ട് വെക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം ആദ്യം തന്നെ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മാങ്ങ ഒന്ന് കുറുകി വരുമ്പോഴേക്കും ചൈന ഗ്രാസ് വീണ്ടും കട്ടിയായിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു ഫ്ലെയിമിൽ ഞാനിപ്പോൾ ഇവിടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യിക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റേ ഭാഗത്തൂടെ മാങ്ങ കുറുക്കിയെടുക്കുക. മാങ്ങ കുറുക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ കുറുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്ന് നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് നമ്മളുടെ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മളുടെ ചൈന ഗ്രാസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യിപ്പിക്കാൻ വെക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. 1-2 തവണ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ മാങ്ങ ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് കുറുക്കിയെടുക്കണ്ട. അതേപോലെ തന്നെ മാങ്ങ നമ്മൾ കുറുക്കാൻ വെച്ചതിന് ശേഷം കൈയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ പാലൊഴിച്ചിട്ടുള്ളതായത് കൊണ്ട് തന്നെ തൂവിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ചൈന ഗ്രാസ് ഇപ്പോൾ ഇവിടെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ നമ്മളുടെ മാങ്ങ ഇപ്പോൾ ഇവിടെ കുറുകി വരികയും ചെയ്തേക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ മെൽറ്റായ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് കട്ടിയിൽ കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ചൂടോട് കൂടി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതേ പാത്രത്തിൽ ഇരുന്നിട്ട് തന്നെ അത് കട്ടിയായിട്ട് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂടോട് കൂടി തന്നെ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ചൊരു കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തേക്കാണ്. ഇത് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ, കാരണം ഇതൊരു അപ്സൈഡ് ഡൗൺ പുഡിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഈ കൊക്കോ പൗഡറും അതേപോലെ സ്ലൈസ്ഡ് ആൽമണ്ടും നമ്മൾ പുഡിംഗ് അങ്ങോട്ട് തിരിച്ചിടുമ്പോൾ ഒരിക്കലും കാണില്ല. പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് അടിയിൽ നിന്നൊക്കെ കുറച്ച് സ്ലൈസ്ഡ് ആൽമണ്ടൊക്കെ നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം മേലെ ഇവിടെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി നമ്മൾ ഈ സ്ലൈസ്ഡ് ആൽമണ്ട് മേലെ പുഡിംഗ് സെറ്റായതിന് ശേഷം കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട. നമ്മളൊരു അരമണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രം ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഒരിക്കലും ചൂടോട് കൂടി ഒന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 മണിക്കൂർ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുഡിങ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ പാത്രം ഒന്ന് അപ്സൈഡ് ഡൗൺ ആയി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുഡിങ് ഇപ്പോൾ നല്ല സെറ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യണം. അപ്പോൾ ഗാർണിഷ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒരു 4 പീസ് എടുത്തിട്ട് 1/4 കപ്പ് പാലിൽ മെൽറ്റ് ചെയ്യിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇതേപോലെ മെൽറ്റ് ചെയ്യിപ്പിച്ച് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് പാലിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടും എടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കും. അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഗാർണിഷ് ചെയ്യാനുള്ളത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ സ്ലൈസ്ഡ് ആൽമണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാനിവിടെ അടിയിൽ കുറച്ച് സ്ലൈസ്ഡ് ആൽമണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മേലെ ഇപ്പോൾ കുറച്ച് ആൽമണ്ടും കൂടി ഇട്ട് കൊടുത്തേക്കാണ്. ഇനി വീണ്ടും ഇത് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരിക്കും ഈ ചോക്ലേറ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി പുഡിംഗ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും